നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ പല രോഗങ്ങളും പല വേദനകളും ശരീരത്തിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് സംഭവിക്കുന്നത്. അത് തലവേദനയായാലും നെഞ്ചുവേദനയായാലും മുട്ടുവേദനയായാലും എല്ലാം എവിടെയെങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട ഞരമ്പുകളിൽ ബ്ലോക്കുകളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പം അങ്ങനെ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ എല്ലാത്തരം ബ്ലോക്കുകളെയും നീക്കാൻ നമ്മുടെ ഷഡാധാര പ്രാണവിദ്യയിൽ ഇത് പഠിക്കുന്നവർക്കും രോഗികൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ വിദ്യ. ഇത് പ്രധാനമായും ഹാർട്ട് ബ്ലോക്കിന് ഇത് ചെയ്യാൻ കാരണം ഏകദേശം ഒരു 3 ആഴ്ച മുമ്പ് എൻ്റെ അടുത്തൊരു 3 ബ്ലോക്കുണ്ട്, വളരെ ഗുരുതരാവസ്ഥയിലാണ്, ഓപ്പറേഷന് താല്പര്യമില്ല, അർജൻറ്റ് ഓപ്പറേഷന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു വന്ന ഒരു രോഗി ഇന്ന് വിളിച്ചു പറഞ്ഞു ഇന്നലെ അവർ വീണ്ടും ടെസ്റ്റ് ചെയ്തു, 3 ബ്ലോക്കുകളും പോയിട്ടുണ്ടെന്ന്. അതായത് വെറും 3 ആഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. വളരെ സിമ്പിളാണ്. ഒരു ദിവസം ഒരു 10 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഏത് രോഗമായാലും, ഇത് ഹാർട്ട് ബ്ലോക്കിന് വേണ്ടി ഇന്ന് പറയുന്നു, ഇതുപോലെ ഓരോ രോഗങ്ങൾക്കും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇത് നമ്മളിവിടെ നമ്മൾ ഓൺലൈനായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. രോഗവിവരം പറയുകയാണെങ്കിൽ ഓൺലൈനിൽ അത് ചെയ്യിച്ച് പഠിപ്പിച്ച് കൊടുക്കാറുണ്ട്. നമ്മളതിന് വാങ്ങുന്ന ഫീസ് വെറും 200 രൂപയാണ്. അത് നമുക്ക് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരെ അങ്ങോട്ട് വിളിക്കും. ഓൺലൈനായിട്ട് അത് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. മരുന്നുകൾ എന്തെങ്കിലും ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ അതും പറഞ്ഞു കൊടുക്കും. നമുക്കിത് ഷഡാധാര പ്രാണവിദ്യ പഠിക്കുന്ന എല്ലാവർക്കും ഈ ഇത്തരം ചികിത്സകൾ അവരെ പഠിപ്പിക്കാറുണ്ട്. അവർക്കത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയും ചെയ്യും. അങ്ങനെ ഒരു സേവനം കൂടി ജീവനം ചെയ്യുന്നുണ്ട് എന്നറിയിക്കുകയാണ്. നമുക്ക് നേരെ ഇതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഈ വ്യായാമത്തിലേക്ക് പോകാം. വെറുതെ നിന്നിട്ട് നമ്മുടെ ഇടത് കൈയിലെ ഇവിടെ ഒരു പിങ്ക് കളർ ചെയ്യുക. പിങ്ക് കളറിലൊരു റൗണ്ട്, പൊട്ട് തൊടുന്ന വലുപ്പത്തിൽ ഒരു റൗണ്ട് ഇടുക. അതിനുശേഷം കൈകൾ ഇതേപോലെ അടിക്കുക. ചുരുങ്ങിയത് 60 തവണ, മാക്സിമം 100 തവണ ചെയ്യുക. ഇതോടൊപ്പം ദീർഘശ്വാസം ചെയ്തുകൊണ്ടിരിക്കണം. അതിനുശേഷം ഇങ്ങനെ അടിക്കുക. അതിനുശേഷം ഈ ഭാഗം, തള്ളവിരലിൻ്റെ ഈ വയർ ഭാഗം, ഇത് അടിക്കുക. അപ്പോഴും ദീർഘശ്വാസം ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനുശേഷം ഈ ഭാഗം ഇങ്ങനെ അടിക്കുക. ഇതാണ് വേണ്ടത്. വിരലുകൾ കൂടിച്ചേരുന്ന ഭാഗം അത് തമ്മിൽ നല്ല ശക്തിയായിട്ട് അടിക്കണം. കൈ വേദനയായിക്കോട്ടെ, പ്രശ്നമാക്കണ്ട. അതിനുശേഷം ഈ രീതിയിൽ കൈ കോർത്തുകൊണ്ട് ഈ രീതിയിൽ അടിക്കുക. ഇതും 60-100 തവണ ചെയ്യാം. അപ്പോഴും ദീർഘശ്വാസം ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. നമ്മൾ ഇടത് കൈ പൊക്കി വെച്ചിട്ട് കക്ഷത്തിൽ ഒരു 60 തവണ മുതൽ 100 തവണ വരെ, അപ്പോഴും ദീർഘശ്വാസം ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനുശേഷം വലത്ത് കക്ഷത്തിലും ഇതുപോലെ അടിക്കുക. നല്ല ശക്തിയായിട്ട് അടിക്കണം. നെഞ്ച് ഒന്ന് കുലുങ്ങണം ചെറിയ തോതിൽ, എന്നാൽ അധികമാവുകയും ചെയ്യരുത്. രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ചെയ്യാം. അതിനുശേഷം നമ്മുടെ കിഡ്നി ഭാഗത്ത് 30 തവണ, പിറകിൽ നട്ടലിൻ്റെ 2 വശത്തുമായിട്ട് 30 തവണ അടിക്കുക. ഇത്രയും ദിവസവും ചെയ്യാനുള്ളൂ. അതിനുശേഷം കുറച്ചിരുന്നിട്ട് നാഡീശുദ്ധി പ്രാണായാമം, അതായത് ഇടതുമൂക്കിലൂടെ വലിച്ച് വലതുമൂക്കിലൂടെ വിടുകയും വലതുമൂക്കിലൂടെ വലിച്ച് ഇടതുമൂക്കിലൂടെ വിടുകയും ചെയ്യുക. കുറച്ചു നേരം അങ്ങനെ കിതപ്പ് മാറുന്നവരെ, ശാന്തമാകുന്നവരെ ഈ രീതിയിലിരിക്കുക. ഇത്രയും സിമ്പിളായിട്ടൊക്കെ ഉള്ള കാര്യം 21 ദിവസം ചെയ്തപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും ഇതൊന്ന് ചെയ്തു നോക്കാം. യാതൊരു ദോഷഫലങ്ങളുമില്ല. ഇതേപോലെ നിങ്ങളുടെ രോഗങ്ങൾക്കുള്ള മറ്റു നിർദ്ദേശങ്ങൾക്ക് ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ ബന്ധപ്പെടുക. നമസ്കാരം.